എൻ്റെ നിലവിളി ആരും കേൾക്കുന്നില്ലല്ലോ, എൻ്റെ നിലവിളിക്കാരും ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നൊരു തോന്നൽ മോർണിംഗ് മന്ന സന്ദേശം കേൾക്കുന്ന ദൈവത്തിൽ നിനക്കുണ്ടെങ്കിൽ അത് തെറ്റാ. ആരും നിൻ്റെ നിലവിളി കേട്ടില്ലെങ്കിലും നിൻ്റെ ഉടമസ്ഥൻ, നിൻ്റെ ജീവൻ്റെ ദാതാവ്, പ്രാണപ്രിയൻ നിൻ്റെ നിലവിളി കേൾക്കുന്നുണ്ട്. അതിനകത്ത് അടിയന്തരമായിട്ടുള്ള ഒരു ഇടപെടൽ നടക്കും. മോർണിംഗ് മന്നായിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും ഒരു നല്ല പ്രഭാതം. നമ്മൾ ഒരുമിച്ച് ദൈവവചനം ധ്യാനിപ്പാൻ അടുത്ത് വന്നിരിക്കുന്നു. മോശ കേട്ട ദൈവ ശബ്ദമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 7-ാം വാക്യം. യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരന്മാർ നിമിത്തമുള്ള അവിടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. 3 കാര്യം ദൈവമോടെ പറയുന്നത് കണ്ടോ. യഥാർത്ഥത്തിൽ ഈ ജനം ആരാ? ഇവരൊരു അടിമത്തത്തിൽ കഴിയുന്നവരാ. ഭീതിയോടുകൂടെ ഓരോ ദിവസത്തെയും ഇഷ്ടികകളുടെ എണ്ണം തികയ്ക്കാനായിട്ട് അവർ പെടുന്ന പാട് നിങ്ങൾ നോക്കിയേ. യഥാർത്ഥത്തിൽ ഇവരാരാ? ഒരു വാഗ്ദത്ത തലമുറയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ വാക്ക് കേട്ട്, ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ച അബ്രഹാമിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ട ജനതയായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളത് കണ്ടായിരുന്നില്ലേ? ആമേൻ. ബുദ്ധിയോടുകൂടെ ഈ രാജാവ് ചില കാര്യങ്ങൾ ചെയ്തു. അതിനകത്തൊരു പരിധിവരെ അവൻ വിജയിക്കുകയും ചെയ്തു. എന്നാൽ ഇവിടെ ആമേൻ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടലിൽ മോശയിലൂടെ ആ രാജാവിന്, ആ ജനത്തിന് കൊടുക്കുകയും, മിസ്രയീമിലെ ജനത്തിന്, എൻ്റെ ജനത്തിൻ്റെ പ്രിയ ദൈവത്തിലെ നമുക്കൊരു ദൈവമുണ്ട് കേട്ടോ, മറക്കരുത് കേട്ടോ. എനിക്കൊരു ദൈവമുണ്ട്. ചിലപ്പോൾ മറ്റുള്ളവരൊരു അടിമയെപ്പോലെ കരിവാരി തേക്കുന്ന രീതിയിൽ ഒരു വിലയും നിനക്ക് തരുന്നില്ലായിരിക്കും. പക്ഷേ ദൈവം പറയുക, രക്ഷിക്കപ്പെട്ടത് കൊണ്ട്, ദൈവ പൈതലായതുകൊണ്ട് ദൈവം പറയുക, എൻ്റെ ജനം, എൻ്റെ ജനം. ഹല്ലേലൂയ. ആ ദൈവത്തിന് തൻ്റെ ജനത്തെ വിടുവിക്കാൻ ദൈവത്തിൻ്റെതായ മാർഗങ്ങളുണ്ട്. അതിന് ദൈവം ഉപയോഗിക്കുന്ന ടൂളാണ് ദൈവിക ദർശനം കാണുന്ന മോശ, ദൈവ ശബ്ദം കേൾക്കുന്ന മോശ. യെസ്, ഏത് കാലഘട്ടത്തിലും ദൈവം തൻ്റെ പദ്ധതികൾക്കായിട്ട്, തൻ്റെ പ്രവൃത്തിക്കായിട്ട് ഉപയോഗിക്കുന്നത് ദൈവികമായ ആയുധങ്ങളെയാണ്. അത് വ്യക്തികളെയാകാം, വസ്തുക്കളെയാകാം, ചിലപ്പോൾ മൃഗങ്ങളെപ്പോലും, ബിലയാമിൻ്റെ കഴുതയെപ്പോലും ദൈവം തന്നെ നാവായിട്ട് ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ കാലഘട്ടത്തിലും അങ്ങനൊരു ദൈവത്തിൻ്റെ നിയോഗം നിങ്ങളുടെ മേലുള്ളതുകൊണ്ട് ആമേൻ, അടിയനിതാ എന്ന് പറയാൻ നമുക്ക് കഴിയണം. ആ ശബ്ദം കേട്ട ശമൂവേൽ പിന്നത്തേതിൽ ഏലിയുടെ ശബ്ദം കേൾക്കാനായിട്ട് നിന്നില്ല. വീണ്ടും ദൈവം അവന് പ്രത്യക്ഷനായി. അവൻ ദൈവശബ്ദം കേൾക്കുകയും കാലഘട്ടത്തിൻ്റെ പ്രവാചകനായി, ന്യായാധിപനായി, പുരോഹിതനായിട്ട് ശമൂവേൽ മാറുകയും ചെയ്തു. ഹല്ലേലൂയ. ആമേൻ. യെശയ്യാവ് ആ ശബ്ദം കേട്ടു. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും? എന്താ സംഭവിച്ചത്? അടിയനിതാന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ആമേൻ 500 വർഷങ്ങൾ കഴിഞ്ഞ് നടക്കേണ്ട ക്രിസ്തുവിൻ്റെ ആ ജനനം മുതൽ ക്രൂശു മരണം വരെ, ഉയർത്തെഴുന്നേൽപ്പ് വരെ തീർന്നില്ല. പുതുവാന ഭൂമിയിലെ കാഴ്ച വരെ യെശയ്യാവിനെ ദൈവം കാണിക്കാനിടയായി തീർന്നെങ്കിൽ, പ്രിയ ദൈവ മക്കളെ, ദൈവ ശബ്ദത്തോട് നമുക്കനുസരണക്കേട് കാണിക്കാതെ അടിയനിതാ എന്ന് പറയാൻ ഈ പ്രഭാതത്തിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. മോശയ്ക്കതിന് കഴിഞ്ഞു. അതുകൊണ്ടാണ് ആ സ്വർഗീയ ദർശനം കണ്ടപ്പോൾ ഓടിച്ചെല്ലാനിടയായി തീർന്നു. വിശുദ്ധ ഭൂമിയെ ചെരുപ്പഴിച്ചു കളയാൻ പറപ്പോൾ അതനുസരിച്ചപ്പോൾ വീണ്ടും അടുത്തു വരാൻ ദൈവം പറയുകയും, ഈ ശബ്ദം ദൈവം കേൾപ്പിക്കുകയും, ഈ നിയോഗം അവന് നൽകുകയും, ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് അവൻ ഇറങ്ങിത്തിരിക്കുകയും, വലിയൊരു ദൈവിക പുറപ്പാടിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടുകയും ചെയ്തത്. പ്രിയ ദൈവത്തിലെ ഇതിൻ്റെ തുടക്കം ചിലപ്പോൾ വളരെ പതുക്കെയായിരിക്കാം. പക്ഷേ ദൈവശബ്ദമനുസരിച്ച് ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുന്നതോറും ദൈവം നിൻ്റെ കൂടെ ഉണ്ടെന്ന് തെളിയിക്കുന്ന അനുഭവങ്ങൾ ദൈവം നൽകി തരുമെന്നുള്ളത് യാതൊരു സംശയവും. ആ ദൈവകരങ്ങളിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് സമർപ്പിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ഈ തിരുവചന സന്ദേശം ഞങ്ങൾ ഹൃദയമായിട്ട് ഏറ്റെടുക്കും, ആഴമായിട്ട് ഏറ്റെടുക്കും. അങ്ങാണ് ഞങ്ങളോട് സംസാരിച്ചത്. ഈ ദൈവശബ്ദത്തിനും ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തുകയാണ്. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെയും ലൈഫിനകത്തൊരു വലിയ തിരിവുണ്ടാകട്ടെന്ന് ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. നമ്മെ അനുഗ്രഹിക്കട്ടെ.
പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.